എടുക്കുമ്പോഴുള്ള സുന്നത്തുകളെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാനും ചില സുന്നത്തുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. അല്പം കൂടെ സുന്നത്തുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. വുളൂഇന്റെ സുന്നത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഇസ്തിസ്ഹാബുൻ നിയ്യ. നിയ്യത്തിനെ വുളൂഅ് അവസാനിക്കുന്നത് വരെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത്. വുളൂഇന്റെ പ്രാരംഭഘട്ടത്തിൽ മതി നിയ്യത്ത്, അത്രയേ നിർബന്ധമുള്ളൂ. എങ്കിലും കൈ കഴുകുന്ന സമയത്തും തല തടവുന്ന സമയത്തും കാല് കഴുകുന്ന സമയത്തുമൊക്കെ മനസ്സിൽ ഞാൻ വുളൂ എടുക്കുകയാണ്, അല്ലെങ്കിൽ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള ഒരു നിയ്യത്ത് മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. വുളൂ എടുക്കുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഖിബിലക്ക് അഭിമുഖമായി വുളൂ എടുക്കുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഈ സുന്നത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി നാം വുളൂ എടുക്കാനുള്ള സംവിധാനം ഒരുക്കുമ്പോൾ തന്നെ ഖിബിലക്ക് അഭിമുഖമായി വുളൂ എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വുളൂ എടുക്കാനുള്ള സൗകര്യം ഒരുക്കുമ്പോൾ, വുളൂ എടുക്കാൻ വേണ്ടി നമ്മുടെ ടാപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ പല പുതിയ വീടുകളിലുമൊക്കെ വുളൂ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ഭാഗം തന്നെ നിർണയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിർണയിക്കുന്ന സമയത്ത് ഖിബിലക്ക് അഭിമുഖമായി വുളൂ എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് സംവിധാനിക്കേണ്ടതുണ്ട്. അങ്ങനെ സംവിധാനിച്ചാൽ നാം അങ്ങനെ വുളൂ എടുക്കും. നാമൊക്കെ എങ്ങനെയാണോ ടാപ്പ് വരുന്നത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞങ്ങ് വുളൂ എടുക്കുന്നവരാണ്. അതുകൊണ്ട് അത് ഖിബിലക്ക് അഭിമുഖമായി നമുക്ക് വുളൂ എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സംവിധാനിച്ചത് എങ്കിൽ ഈ ഒരു സുന്നത്ത് നമുക്ക് ലഭിക്കും. വുളൂഇന്റെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് അൽ വിലാ, അതായത് തുടരെ ചെയ്യുക എന്നുള്ളത്. മുഖം കഴുകി കഴിഞ്ഞ ഉടനെ തന്നെ കൈ കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതേസമയം കുറച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകിയാലും പ്രശ്നമൊന്നുമില്ല. വുളൂഇന്റെ ആദ്യ ഭാഗം വീട്ടിൽ നിന്ന് വുളൂ എടുത്ത് വെള്ളം തീർന്നപ്പോൾ ബാക്കി കാല് കഴുകുന്നത് പള്ളിയിൽ വെച്ചാണ്. ആ രൂപത്തിൽ വുളൂ എടുത്താലും പ്രശ്നമൊന്നുമില്ല, സ്വീകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. എങ്കിലും സുന്നത്തായ രൂപം തുടരെ ഒരു അവയവം കഴിഞ്ഞാൽ അടുത്ത അവയവം വളരെ പെട്ടെന്ന് തന്നെ കഴുകുക, തടവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകും. 3 പ്രാവശ്യമാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകും. മുഖം കഴുകുന്നത് ഒരു പ്രാവശ്യം കഴുകലാണ് നിർബന്ധം. കൈ കഴുകുമ്പോഴും മറ്റുള്ള അവയവങ്ങൾ കഴുകുമ്പോഴും തടവുമ്പോഴും ഒക്കെ ഒരു പ്രാവശ്യമാണ് നിർബന്ധമായി വരുന്നത്. അതേസമയം വുളൂഇലുള്ള കഴുകലും തടവലും മറ്റു കർമ്മങ്ങളുമെല്ലാം 3 പ്രാവശ്യമാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. കഴുകുന്നതും തടവുന്നതും തേച്ചുരക്കുന്നതും അതുപോലെ തന്നെ വിരലുകൾ ചിക്കകറ്റുന്നതും താടി ചിക്കകറ്റുന്നതും ബ്രഷ് ചെയ്യുന്നതും വുളൂഇൽ വരുന്ന ദിക്റുകൾ എല്ലാം 3 പ്രാവശ്യമാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. വുളൂഇൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള ദിക്ർ വുളൂ എടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ടതുണ്ട്. അതെല്ലാം 3 പ്രാവശ്യം ആവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ബ്രഷ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. വുളൂഇന്റെ തുടക്കത്തിൽ ബ്രഷ് ചെയ്യേണ്ടതിന്റെ രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു. അത് 3 പ്രാവശ്യമാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. പല്ലിന്റെ മുകളിലൂടെ ബ്രഷ് ഒരു പ്രാവശ്യം നടത്തിയാൽ തന്നെ 1 പ്രാവശ്യമായി 3 പ്രാവശ്യം നടത്തുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അതുപോലെ തന്നെ ഹൗദിൽ വെച്ചൊക്കെ വുളൂ എടുക്കുകയാണ് എങ്കിൽ ഹൗദിൽ കൈയൊന്ന് മുക്കിയിട്ട് 2 പ്രാവശ്യം ചലിപ്പിച്ചാൽ തന്നെ 3 പ്രാവശ്യം കഴുകിയതിന്റെ പ്രതിഫലം ലഭിക്കും. അതായത് ഹൗദിൽ മുക്കുന്നത് 1 പ്രാവശ്യവും 2 പ്രാവശ്യം അങ്ങോട്ട് ചലിപ്പിക്കുന്നതും കൂടെ കൂട്ടുമ്പോൾ അത് 3 പ്രാവശ്യമായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് ഈ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എല്ലാ അവയവങ്ങളും കഴുകേണ്ടതും തടവേണ്ടതും അതുപോലെ തന്നെ വുളൂഇലുള്ള ദിക്റുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം 3 പ്രാവശ്യം ആക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അതേസമയം ജമാഅത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിർബന്ധമായ ഭാഗം മാത്രം കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. നാം പള്ളിയിലേക്ക് എത്തിയപ്പോൾ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്. നാം 3 പ്രാവശ്യമൊക്കെ കഴുകി 3 പ്രാവശ്യം തടവി സമ്പൂർണമായ വുളൂ എടുക്കുമ്പോൾ ഒരുപക്ഷെ ജമാഅത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം ഘട്ടത്തിൽ 1 പ്രാവശ്യം കഴുകിയാൽ മതി, 1 പ്രാവശ്യം തടവിയാൽ മതി. അങ്ങനെയാണ് സുന്നത്ത്. കാരണം ജമാഅത്ത് ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അതേസമയത്ത് പൂർണ്ണമായും 3 പ്രാവശ്യമൊക്കെ എല്ലാ സുന്നത്തുകളും എടുത്ത് കഴുകുകയാണ് എങ്കിൽ ജമാഅത്ത് ലഭിക്കും എന്നുണ്ടെങ്കിൽ
3 പ്രാവശ്യം കഴുകുക ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് തോന്നുകയാണ് എങ്കിൽ 1 പ്രാവശ്യമാക്കി ചുരുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അതുപോലെ തന്നെ സമയം തീരാറായിട്ടുണ്ട്, ളുഹറിന്റെ സമയം അല്ലെങ്കിൽ അസറിന്റെ സമയം ഖളാ ആകാനായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലും 1 പ്രാവശ്യമായി ചുരുക്കുക എന്നുള്ളത് സുന്നത്താകുന്നു. വുളൂഇൽ ഉപേക്ഷിക്കേണ്ടതായ ധാരാളം സുന്നത്തുണ്ട്. തെറിക്കുന്ന സ്ഥലത്ത് വെച്ച് വുളൂ എടുക്കുക എന്നുള്ളത് കറാഹത്താകുന്നു, അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. തെറിക്കുന്ന സ്ഥലത്ത് വെച്ച് വുളൂ എടുക്കുമ്പോൾ പലപ്പോഴും തൊട്ടടുത്ത ആളുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടാക്കലായി മാറും. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ വെച്ച് വുളൂ എടുക്കുന്നതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വുളൂ എടുക്കുന്ന വെള്ളം 1 മുദ്ദിനേക്കാൾ ചുരുങ്ങുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതാകുന്നു. 1 മുദ്ദെങ്കിലും വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് വുളൂ എടുക്കേണ്ടത്. അതിനേക്കാൾ ചുരുങ്ങുക എന്നുള്ളത് കറാഹത്താകുന്നു. മുദ്ദിന്റെ പാത്രം ഇന്ന് നാം കണ്ടിട്ടുണ്ടാകും. അതിൽ കൊള്ളുന്ന വെള്ളം മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവുള്ള രൂപത്തിൽ വെള്ളം ഉപയോഗിച്ച് വുളൂ എടുക്കുക എന്നുള്ളത് കറാഹത്താകുന്നു, അതിനെ ഉപേക്ഷിക്കേണ്ടതാകുന്നു. 1 മുദ്ദ് വെള്ളമെങ്കിലും വേണം വുളൂ എടുക്കാൻ. അതേസമയം അമിതമായി വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് കറാഹത്താണ്. കേരളീയ സാഹചര്യത്തിൽ നമുക്ക് സുലഭമായി വെള്ളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലർക്കും വുളൂ എടുക്കാൻ 1 ബക്കറ്റിലധികം വെള്ളം ആവശ്യമായി വരുന്നു, അല്ലെങ്കിൽ അത്രയും വെള്ളം കൊണ്ട് വുളൂ എടുക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. അത്രയൊന്നും വെള്ളം എടുക്കാൻ പാടില്ല. 1 മുദ്ദ് പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം കൊണ്ടാണ് നാം വുളൂ എടുക്കേണ്ടത്. അതിനേക്കാൾ ചുരുക്കാൻ പാടില്ല എന്നാണ് ഉള്ളത്. അതേസമയം വേണമെങ്കിൽ 3 പ്രാവശ്യമൊക്കെ കഴുകാൻ സഹായകമാകുന്ന രൂപത്തിൽ അല്പം കൂട്ടാം. അതേസമയം ധാരാളം അമിതമായി വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. ഒരു സ്വഹാബി ഇങ്ങനെ വുളൂ എടുക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഓ, വുളൂഇൽ അമിതമായി 3 പ്രാവശ്യത്തിലധികം 4മതൊന്ന് കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി ചോദിച്ചു, നബിയെ, വുളൂഇലും ഉണ്ടോ, ദൂർത്തുണ്ടോ, അമിതമാക്കൽ വുളൂഇലും പെടുമോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ നിറഞ്ഞൊഴുകുന്ന പുഴയിൽ വെച്ചാണ് വുളൂ എടുക്കുന്നതെങ്കിൽ പോലും, നീ സമുദ്രത്തിൽ നിന്നാണ് വുളൂ എടുക്കുന്നതിൽ പോലും 4മത് നീ കഴുകാൻ പാടില്ല. 3 പ്രാവശ്യമേ കഴുകാവൂ. അത് തന്നെ കൂടുതൽ വെള്ളം എടുത്തുകൊണ്ട് നാം വുളൂ ചെയ്യാൻ പാടില്ല. വെള്ളം അമിതമാക്കുക എന്നുള്ളത് നമുക്ക് ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അതുപോലെ തന്നെ വെള്ളം അമിതമാക്കുക എന്നുള്ളത് ഒരു തെറ്റുകൂടെയാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അമിതമായി വെള്ളം എടുക്കുക എന്നുള്ളതിനെയും ഒഴിവാക്കേണ്ടതാകുന്നു. 1 മുദ്ദിനേക്കാൾ വെള്ളം ചുരുക്കുക എന്നുള്ളതിനെയും ഒഴിവാക്കേണ്ടതാകുന്നു. പരമാവധി 1 മുദ്ദ് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരൽപ്പമൊക്കെ കൂട്ടി അമിതമാണ് എന്ന് പറയാത്ത രൂപത്തിലാണ് വുളൂ എടുക്കേണ്ടത്. അങ്ങനെ വുളൂ എടുത്ത് നാം ശീലിക്കേണ്ടതുണ്ട്. ടാപ്പൊക്കെ ഫുള്ളായി തുറന്നിട്ട് അമിതമായി വെള്ളം വന്ന് മുഴുവൻ ആ വെള്ളം വുളൂ തീരുന്നത് വരെ തുറന്നിട്ട് നിന്ന രൂപത്തിൽ പലപ്പോഴും ചിലർ വെള്ളം അമിതമായി ഉപയോഗിക്കാറുണ്ട്. ചില ആളുകളൊക്കെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ടാപ്പങ്ങ് തുറന്നിടും, എന്നിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യും. ആ സമയത്തൊക്കെ ടാപ്പിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നു. നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഠിനമായ വേനലാണല്ലോ ഇപ്പോൾ ഉള്ളത്. പലരും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് വെള്ളത്തെ സൂക്ഷ്മമായി ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാകുന്നു. മഴക്കാലമാണെങ്കിൽ പോലും വെള്ളത്തെ നാം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയ ഒരു അനുഗ്രഹമാണ്, വലിയ ഒരു അമൂല്യമായ നിധിയാകുന്ന വെള്ളം. നമ്മുടെ ജീവിതത്തിന്റെ എന്നല്ല സർവ്വ ജീവജാലങ്ങളുടെയും ജീവിതത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വെള്ളം എന്നുള്ളത്. ആ വെള്ളം അമൂല്യമാണ്. അമൂല്യമായ വസ്തുവിനെ, അതിന്റെ മൂല്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് നാം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് വുളൂ ആണെങ്കിലും കുളിയാണെങ്കിലും ഒക്കെ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമ്മുടെ വുളൂഇന്റെയൊക്കെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. പലപ്പോഴും നാം ഒക്കെ നല്ല നല്ല ഇബാദത്തുകൾ ചെയ്യും, പക്ഷെ അതൊക്കെ വേറെ ചില പോരായ്മകളെ കൊണ്ട് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതിൽപ്പെട്ടതാണ് വുളൂ. വുളൂ എടുക്കുക എന്നുള്ളത് ഒരു പുണ്യമുള്ള ഇബാദത്താണ്. അതേസമയം വെള്ളം അമിതമാക്കൽ കൊണ്ട് ആ കൂലി പ്രതിഫലം നാം നഷ്ടപ്പെടുത്താറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വുളൂ എടുക്കുന്ന സമയത്ത് അനാവശ്യമായി സംസാരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. അതിനെയും നാം ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഉപേക്ഷിക്കലാണ് സുന്നത്ത്. അകാരണമായി മറ്റൊരാളോട് സഹായം ചോദിക്കുക എന്നുള്ളതിനെയും
നാം ഉപേക്ഷിക്കേണ്ടതാണ്. വുളു എടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത ആളോട് പറയാം, ആ കപ്പ്, ആ പാട്ട നീ ഇങ്ങോട്ട് എടുക്കൂ, ആ പാത്രം നീ ഇങ്ങോട്ട് എടുക്കൂ. നമുക്ക് എടുക്കാൻ കഴിവുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ മറ്റുള്ളവരോട് അനാവശ്യമായി ആവശ്യമില്ലാതെ സഹായം ചോദിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു, അതിനെ ഉപേക്ഷിക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ എന്റെ കാലൊന്ന് കഴുകിത്തരൂ എന്ന് വെറുതെ മറ്റൊരാളോട് പറയുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതാകുന്നു, അത് ഒഴിവാക്കൽ സുന്നത്താകുന്നു. അതേസമയം നമുക്ക് കാല് കഴുകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കൈ കഴുകാൻ സാധിക്കുന്നില്ല, ചെറിയ പരിക്കുകളുണ്ട്, മറ്റുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത് കൊണ്ടും വിരോധം ഇല്ല. വുളൂഇൽ ഒഴിവാക്കേണ്ടതായ മറ്റൊരു സുന്നത്താണ് വെള്ളം കൊണ്ട് മുഖത്ത് അടിക്കുക എന്നുള്ളത്. ചില ആളുകളൊക്കെ വുളൂ എടുക്കൽ കയ്യിൽ വെള്ളം കോരിയിട്ട് മുഖത്തേക്കൊന്ന് തെറിപ്പിക്കുന്ന രൂപത്തിൽ ശക്തമായി അങ്ങ് വെള്ളം ഒഴിക്കുകയാണ്. അത് ഉപേക്ഷിക്കേണ്ടതാണ്. വെള്ളം, മുഖം കഴുകുന്ന സമയത്ത് വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, തലയുടെ മുൻവശത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത്. വെള്ളം കൊണ്ട് മുഖത്ത് അടിക്കുക എന്നുള്ളത് ഉപേക്ഷിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു. അതുപോലെ തന്നെ വുളു എടുത്തതിന് ശേഷം വെള്ളം കുടയുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതാകുന്നു. പല ആളുകളും വുളു എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒന്ന് കുടയും, അല്ലെങ്കിൽ മറ്റു ശീലകൾ ഉപയോഗിച്ചത് തോർത്തിക്കളയും. അത് രണ്ടും ഉപേക്ഷിക്കേണ്ടതാകുന്നു. തോർത്താതിരിക്കൽ സുന്നത്താകുന്നു, കുടയാതിരിക്കലും സുന്നത്താകുന്നു. ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്ര സമയം മാത്രം നിൽക്കുന്നു, എത്ര സമയം നിൽക്കുന്നുണ്ടോ അത്രയും സമയം നമുക്ക് പ്രതിഫലം ഉണ്ടായിരിക്കും. അത് നാം തോർത്തിക്കളയേണ്ടതില്ല, കുടഞ്ഞ് ഒഴിവാക്കേണ്ടതും ഇല്ല. അതേസമയം ശക്തമായ തണുപ്പുണ്ടായതിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റു ചില ചൊറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായതിന്റെ പേരിൽ വെള്ളം ഒരു അലർജിയായി ബുദ്ധിമുട്ടായി മാറുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാർക്ക് തോർത്തി ഒഴിവാക്കാം. അല്ലാത്തവർ തോർത്തുന്നതും കുടയുന്നതും ഒഴിവാക്കുകയാണ് വേണ്ടത്. തോർത്താതിരിക്കലും കുടയാതിരിക്കലുമാണ് സുന്നത്ത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. വുളൂഇന് ശേഷം ധാരാളം സുന്നത്തുകൾ ഉണ്ട്. വുളൂഇന് ശേഷം വുളൂഇന്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. വുളു എടുത്തതിന് ശേഷം നാം വുളു എടുക്കാൻ ഉപയോഗിച്ച വെള്ളത്തിന്റെ ബാക്കി ഒരല്പം, ഒരു മുറുക്കെങ്കിലും കുടിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അത് നോമ്പുകാരന് കുടിക്കാൻ പറ്റില്ല, നോമ്പ് മുറിയുന്ന കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാത്ത ഘട്ടങ്ങളിൽ വുളു എടുക്കുന്ന സമയത്ത് വുളു എടുത്ത ബാക്കി വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക എന്നുള്ളത് സുന്നത്തുണ്ട്. വുളുവിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് തുടങ്ങുന്ന ദുആ മിക്ക പള്ളികളിലും ഹൗലിന്റെ സമീപത്ത്, വുളു എടുക്കുന്ന സ്ഥലത്തിന്റെ സമീപത്ത് ഈ ഒരു ദുആ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. പലരും അശ്രദ്ധമായി അതിനെ നെവർ മൈൻഡ് ചെയ്യാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണിത്. ആരെങ്കിലും ആ ദുആ പതിവാക്കുകയാണ് എങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ദുആ നിർവഹിക്കേണ്ടത്? വുളു എടുത്തതിന് ശേഷം ഖിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് 2 കൈകളും കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് ഈ ദുആ ചെയ്യുകയാണ് വേണ്ടത്. ഇരുട്ടത്താണെങ്കിൽ പോലും, കണ്ണ് കാണാത്തവനാണെങ്കിൽ പോലും കണ്ണ് മേൽപോട്ട് ഉയർത്തൽ സുന്നത്താണ് എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്. ആ ദുആയിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നാമതായി അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ, റബ്ബേ എന്നെ തൗബ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ, എന്നെ ശുദ്ധിയുള്ളവരിൽ ഉൾപ്പെടുത്തണേ. ഉള്ളും പുറവും ഒരുപോലെ ശുദ്ധിയുള്ള പരിശുദ്ധരായ ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്നർത്ഥം വരുന്ന ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ദുആഇനെ പറ്റി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും ഈ ദുആ പതിവാക്കുകയാണ് എങ്കിൽ, ബഹുമാനപ്പെട്ട ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ തവല്ലഅ, ഒരാൾ വുളു എടുത്തു, ثم قال سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك എന്നുള്ള ഈ ദുആ നേരത്തെ ഞാൻ ചൊല്ലിയതിന്റെ ബാക്കി ഭാഗം കൂടെ ചൊല്ലി ഒരാൾ പൂർത്തിയാക്കുകയാണ് എങ്കിൽ
കുത്തിബ ഫീ റഖ്ബിൻ, അതൊരു പ്രത്യേക തുവലിൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. സുമ്മ ബിതുബിഅ ബിതാബിഇൻ, അതൊരു ശീൽ കൊണ്ട് സീൽ വെക്കപ്പെടുകയും ഫലം യുക്സർ ഇലാ യൗമിൽ ഖിയാമ, അത് ഖിയാമത്ത് നാൾ വരെ പൊളിക്കപ്പെടുകയില്ല, പൊട്ടിക്കപ്പെടുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ഖിയാമത്ത് നാൾ വരെ അത് പൊട്ടിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലം യതതറഖ ഇലൈഹി ഇബ്താലു, അതിനെ ബാത്തിലാക്കി കളയുന്ന, അതിനെ നിഷ്ഫലമാക്കി കളയുന്ന ഒന്നും അതിലേക്ക് വന്നു ചേരുകയില്ല. സാധാരണഗതിയിൽ നാം ചില അമലുകൾ ചെയ്താൽ നമ്മുടെ ഏതെങ്കിലും തെറ്റുകളെ കൊണ്ട് ഒരുപക്ഷെ അത് പൊളിക്കപ്പെടും. നാം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ, മറ്റുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിൽ നമ്മുടെ നന്മകൾ പൊളിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ബാത്തിലാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ ഒരു പുണ്യകർമ്മം ഒരാൾ ചെയ്യുകയാണ് എങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനെ തകർക്കുന്ന, ബാത്തിലാക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ അതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ അതിന്റെ സമ്പൂർണമായ പ്രതിഫലം അവൻ കാണുകയും ചെയ്യുന്നതാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുആക്ക് ശേഷം സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് എന്ന് സ്വലാത്തു ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. മൊത്തത്തിൽ ഈ ദുആഇന്റെ മുമ്പ് രണ്ട് ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള രണ്ട് ഷഹാദത്തുകളും ശേഷം സ്വലാത്തും സുന്നത്തുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ നേരത്തെ ചൊല്ലിയത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. തുടക്കത്തിൽ അഊദു ബിസ്മി ഓതുക എന്നുള്ളതും പ്രത്യേകം നല്ല കാര്യം തന്നെയാകുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഹദീസ് കൊണ്ട് അമല് ചെയ്യുന്ന ആൾക്ക് ലഭിക്കാവുന്ന ഒന്ന്, ഈ ദുനിയാവിൽ തന്നെ ലഭിക്കാവുന്ന ഒന്നെന്താണെന്ന് പറഞ്ഞാൽ, ഇത് പതിവാക്കുന്ന ആള് യുഹ്ഫദു അനി റിദ്ദത്തി, റിദ്ദത്തിനെ തൊട്ട് അയാൾക്ക് കാവൽ നൽകപ്പെടും. റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത്, അതിനെ തൊട്ട് ഇയാൾക്ക് കാവൽ നൽകപ്പെടും എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഹദീസിൽ പറഞ്ഞത് എന്താണ്? ഈ ദുആ ചൊല്ലുന്ന ആൾക്ക് ഈ ദുആ ചൊല്ലിയാൽ അത് പ്രത്യേകം സീല് ചെയ്യപ്പെട്ട് ഖിയാമത്ത് നാൾ വരെ പൊട്ടിക്കപ്പെടാതെ അവിടെ സൂക്ഷിക്കപ്പെടും എന്നാണല്ലോ പറഞ്ഞത്. അതേസമയം റിദ്ദത്ത്, മതത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് നമ്മുടെ സർവ്വ അമലുകളും പൊളിച്ചു കളയുന്ന മഹാപാതകമാകുന്നു. മുസ്ലിമായി ഒരുപാട് കാലം ജീവിച്ച് ഒരുപാട് ഇബാദത്ത് ചെയ്ത് അവസാനം ഈ മതത്തിൽ നിന്ന് പുറത്തുപോയാൽ അതുവരെ ചെയ്ത അമലുകൾക്കൊന്നും പ്രതിഫലം ലഭിക്കുകയില്ല. അതുവരെ ചെയ്ത അമലുകളെല്ലാം പൊളിഞ്ഞു പോകും. അതേസമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഈ ദുആ ചൊല്ലുകയാണ് എങ്കിൽ ഖിയാമത്ത് നാൾ വരെ അത് പൊളിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അത് പതിവാക്കുന്ന വ്യക്തി റിദ്ദത്ത്, മതത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് അയാളിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം മതത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് മുൻകാല അമലുകളെ ബാത്തിലാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മുൻകാല അമലുകളെ ബാത്തിലാക്കുന്ന റിദ്ദത്ത് ഈ ദുആ പതിവാക്കുന്ന ആളിലേക്ക് വന്നു ചേരുകയില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇആനത്തുൽ ത്വാലിബീൻ എന്നുള്ള ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പലരും മതത്തിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്ന, മതനിയമങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈമാനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ദുആ പ്രാവർത്തികമാക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഈ ദുആഇന് ശേഷം പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് 3 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുക എന്നുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്നുള്ള സൂറത്തുൽ ഖദ്ർ 3 പ്രാവശ്യം വുളൂഇന് ശേഷം ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും ഈ ഒരു സൂറത്തിനെ 1 പ്രാവശ്യം ഓതിയാൽ
കാനമിന സുദ്ദീഖീൻ, അവൻ സുദ്ദീഖീങ്ങളോട് കൂടെ ആയിരിക്കും. 2 പ്രാവശ്യം ഓതിയാൽ കാനഫി ദീവാനി ശുഹദാ, അവൻ രക്തസാക്ഷികളുടെ കൂട്ടത്തിലായിരിക്കും. 3 പ്രാവശ്യം ഓതിയാൽ അവനെ നബിമാരോടുകൂടെ ഒരുമിച്ച് കൂട്ടും എന്നും ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വുളൂഇന് ശേഷം, ദുആ കഴിഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് വുളൂഇന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളെ വിശദീകരിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം. വുളൂഇന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടു. വരാനിരിക്കുന്നത് നേരത്തെ അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നാളെ സ്വർഗീയ ലോകത്ത് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്ന ഈ ഒരു മഹത്തായ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളോട് ചോദിച്ചു, ബിലാലെ, നിങ്ങൾക്ക് മാത്രം ഇങ്ങനെയൊരു വലിയ ദറജ ലഭിക്കാനുള്ള കാരണമെന്ത്, എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ തങ്ങൾ പറഞ്ഞത്, സാധാരണ എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ. അതേസമയം എപ്പോൾ ഞാൻ വുളു എടുത്താലും ആ വുളുഇന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നാം നഷ്ടപ്പെടാതെ നിസ്കരിക്കാറുണ്ട്. അതായിരിക്കും ഒരുപക്ഷെ അതിന്റെ സാധ്യത എന്ന് ബിലാൽ തങ്ങൾ പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ അംഗീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം വളരെയധികം ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാകുന്നു. വുളൂഇന് ശേഷം ദീർഘസമയം കഴിഞ്ഞാൽ ആ സുന്നത്ത് നിസ്കാരത്തിന്റെ അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ദീർഘിക്കാതെ വുളൂ എടുത്തതിന് ശേഷം ഈ ഒരു സുന്നത്ത് നിസ്കാരം നാം കൊണ്ടുവരേണ്ടതുണ്ട്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. ഈ ഒരു രൂപത്തിലാണ് നാം വുളൂ എടുക്കേണ്ടത്. ഇങ്ങനെ ഇസ്ബാബുൽ വുളൂ, സമ്പൂർണമായി വുളൂ എടുത്ത് പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ, സ്ത്രീകളാകുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും നിസ്കരിക്കുന്നത്, അങ്ങനെ ജമാഅത്തായിട്ടൊക്കെ നിർവഹിച്ച് നിസ്കാരം നടത്തിയാൽ ആ നിസ്കാരത്തിന്റെയും അടുത്ത വക്തിൽ വരാനിരിക്കുന്ന നിസ്കാരത്തിന്റെയും ഇടയിലുള്ള പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ജീവിതത്തിൽ പകർത്താനുള്ള മഹത്തായ ഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാഹ്. ഞങ്ങളിൽ രോഗികളുണ്ട്, എല്ലാവരുടെ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണം റഹ്മാനെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം.